ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഞാനിവിടെ 1/4 കിലോ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം മൂക്കാത്ത വെണ്ടയ്ക്ക വേണം എടുക്കാൻ. അതായത് വെണ്ടയ്ക്ക ഇവിടെ പൊട്ടിച്ച് നോക്കുമ്പോൾ, ഈ എൻ്റെ ഭാഗം പൊട്ടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പൊട്ടണം. അതായത് അപ്പോൾ മനസ്സിലാക്കാതെ അധികം മൂക്കാത്തതാണെന്ന്. ഇങ്ങനത്തെ വെണ്ടയ്ക്ക എടുക്കാൻ ശ്രമിക്കുക, അതാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ്. ഞാനിവിടെ 12 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളിയുടെ അളവ് 15 എണ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ടേസ്റ്റാണ്, ചെറിയുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ വേണ്ടത് ചതച്ച മുളക്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാൻ കിട്ടും. ഇത് ക്രഷ്ഡ് ചില്ലി എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഉണക്കമുളക് ഉണ്ടാവില്ലേ, അത് മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി. വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കുക. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. നമ്മളിവിടെ ചതച്ച മുളക് ചേർക്കുമ്പോൾ എരിവുണ്ടാവും. അപ്പോൾ പിന്നെ എരിവില്ലാത്ത മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലി എരിവ് കുറവാണ്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി. നിങ്ങളുടെ അടുത്ത് കാശ്മീരി ചില്ലി ഇല്ല എങ്കിൽ നിങ്ങൾ സാധാരണ മുളക് പൊടി എടുത്തോളൂ, അപ്പോൾ കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് വെണ്ടയ്ക്ക നുറുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി ഉണ്ടാക്കാം. ഇനി നമുക്ക് വെണ്ടയ്ക്ക നുറുക്കണം. അതിനു വേണ്ടി ഈ വെണ്ടയ്ക്ക നന്നായി കഴുകി ഒരു വൃത്തിയുള്ള തുണി കൊണ്ട് നന്നായി തുടച്ചെടുക്കണം. വെണ്ടയ്ക്കയിൽ വെള്ളം തീരെ പാടില്ല. അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് വെണ്ടയ്ക്ക നന്നായി തുടച്ചെടുക്കുക. ഏത് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ വെണ്ടയ്ക്ക നന്നായി തുടച്ചെടുത്തതാണ്, കാരണം വെള്ളമില്ല. പിന്നെ വേണ്ടത്, ഇത് നുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വെണ്ടയ്ക്കയിലെ കൊഴുപ്പ് കത്തിയുടെ മുകളിൽ പിടിക്കും. അപ്പോൾ അതിനു വേണ്ടി ഒന്നുകിൽ കത്തിയുടെ മുകളിൽ ചെറുനാരങ്ങ 2ആയി മുറിച്ചിട്ടുള്ള നീരില്ലേ, അതിങ്ങനെ തടവി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം വെണ്ടയ്ക്ക നുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ. അല്ലെങ്കിൽ വിനീഗർ കത്തിയുടെ മുകളിൽ പറ്റി കൊടുക്കുക. അതും ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക. എന്നിട്ടിപ്പോൾ ഇടയ്ക്ക് നുറുക്കുമ്പോൾ വീണ്ടും ഈ കൊഴുപ്പ് കത്തിയുടെ മുകളിൽ വരുമ്പോൾ ആദ്യം ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചെടുക്കുക കത്തി. ശേഷം നമ്മൾ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ വിനീഗർ പുരട്ടി കൊടുക്കുക. അപ്പോൾ ഈ കൊഴുപ്പ് കത്തിയുടെ മുകളിൽ പിടിക്കില്ല, വെണ്ടയ്ക്ക ഒട്ടി പിടിക്കുകയും ചെയ്യില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വെണ്ടയ്ക്ക നുറുക്കാം. ആദ്യം വെണ്ടയ്ക്കയുടെ എൻ്റെ ഭാഗം നമ്മൾ കളയണം, കട്ട് ചെയ്ത് കളയണം. ശേഷം നമ്മൾ നോക്കണം, ചിലപ്പോൾ ചില വെണ്ടയ്ക്കയിലൊക്കെ ഉള്ളിൽ പുഴുണ്ടാവും, കേടുണ്ടാവും. അതിങ്ങനെ നോക്കണം, ഇടയ്ക്കിടയ്ക്ക് നുറുക്കി കൊടുക്കുമ്പോൾ ഇടയിൽ നോക്കണം. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഒരു മീഡിയം തിക്നെസ്സിൽ നുറുക്കിക്കോളൂ കേട്ടോ, നല്ല നൈസായിട്ട് നുറുക്കരുത്. കുറച്ച് നുറുക്കുമ്പോൾ ഇതിലിങ്ങനെ കൊഴുപ്പ് വന്നു തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ കൊണ്ട് കൊഴുപ്പ് തുടയ്ക്കുക. ശേഷം ചെറുനാരങ്ങയുടെ നീര് തടവി കൊടുക്കുക. അപ്പോൾ പിടിക്കില്ല. അതിൽ കാണിച്ചു തരാം. അധികം നൈസാക്കണ്ട, ഈ തിക്നെസ്സിൽ മുറിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ചും മുറിക്കുക. 4-5 എണ്ണം ഒരുമിച്ച് പിടിച്ച് മുറിച്ചെടുക്കാം. ഈ എൻ്റെ ഭാഗം കളയണം, 2 സൈഡും. ഞാൻ ഒരുമിച്ച് നുറുക്കുന്നത് കാണിച്ചു തരാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ചിലപ്പോൾ വെണ്ടയ്ക്കയുടെ ഉള്ളിൽ കേട് പുഴുണ്ടാവും. അത് പ്രത്യേകം നോക്കണം ഇടയ്ക്ക്. ആദ്യം എൻ്റെ ഭാഗം മുറിച്ച് കളയുക. ശേഷം മീഡിയം തിക്നെസ്സിന് മുറിക്കുക. ഇതേപോലെ തന്നെ പൊട്ടിപ്പിടിക്കുന്നത് തോന്നിയാൽ ഉടനെ ടിഷ്യൂ പേപ്പർ കൊണ്ട് നമ്മൾ ഇങ്ങനെ തുടയ്ക്കുക. ചെറുനാരങ്ങ നീര് ഒന്ന് വറ്റി കൊടുക്കുക. ഇങ്ങനെ മുഴുവൻ വെണ്ടയ്ക്കയും നമ്മൾ മുറിച്ചെടുക്കുക. കേടുണ്ടോയെന്ന് ഇടയ്ക്ക് ഇങ്ങനെ നോക്കണേ, കാണാൻ കഴിയും, ഇങ്ങനെ നോക്കുക. ഞാൻ മുഴുവൻ വെണ്ടയ്ക്കയും മുറിച്ചെടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ വെണ്ടയ്ക്ക മുഴുവനും നുറുക്കി കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം തിക്നെസ്സിൽ ഇതുപോലെ നുറുക്കുക. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ച ചെറിയ ഉള്ളിയില്ലേ, അത് ചതച്ചെടുക്കണം. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചതച്ചെടുക്കേണ്ടതെന്ന്. ഞാൻ ചതച്ചിട്ടാണ് എടുക്കണത്. അതല്ല എങ്കിൽ നിങ്ങൾ മിക്സിയുടെ ചെറിയ ജാറിൽ ഒറ്റ പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കുക. പേസ്റ്റ് പോലെ ആവരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് ചതയാനേ പാടുള്ളൂ. അപ്പോൾ ഞാൻ ചതച്ചെടുക്കുന്നത് കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്മിയുടെ മുകളിലും ചതയ്ക്കാം. അമ്മിയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചതച്ചെടുക്കുക. വേഗം ചതയും. ഇങ്ങനെ മുഴുവൻ ചതച്ചെടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഈ ക്രഷ്ഡ് ചില്ലി എടുത്ത് വെച്ചിട്ടില്ലേ, അതും ചേർക്കുക. എന്നിട്ട് ചതയ്ക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കുറവ് വേണമെങ്കിൽ നിങ്ങൾ ക്രഷ്ഡ് ചില്ലിയുടെ അളവ് കുറച്ചോളൂ.
ഇങ്ങനെ മുഴുവൻ ചതച്ചെടുക്കാം. ഞാൻ മുഴുവനും ചതച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചതച്ചെടുക്കാം. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ അടി പിടിക്കില്ല. നമ്മൾ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി അടച്ച് വെക്കാതെയാണ് വേവിക്കുന്നത്. അത് കാരണമാണ് നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ കൂടുതൽ സൗകര്യമായിരിക്കും എന്ന് പറഞ്ഞത്. നമുക്ക് ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. കോക്കനട്ട് ഓയിലാണ് കൂടുതൽ ടേസ്റ്റ്. 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഉള്ളി ഫ്രഷ് ചില്ലിയും കൂടിയുള്ള മിക്സ് ചേർക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കരിയരുത്. ഈ സിമ്മിലിടണം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഉള്ളിയുടെ ഒരു പച്ചമണം പോകുന്നത് വരെ വഴറ്റി കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തോളൂ. ഇതിലേക്ക് ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ, ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എടുത്തു വെച്ച കാശ്മീരി ചില്ലി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോളൂ. ഞാനിവിടെ 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. രണ്ടും ചേർത്ത് ഇളക്കുക. കരിയരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. തീ സിമ്മിലിടണം. ഈ ഉള്ളിയുടെ ഒരു പച്ചമണം പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. ഉള്ളി ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഈ പൊടികളുടെ പച്ചമണം പോകുന്നതിന് വേണ്ടി നമ്മൾ 2 മിനിറ്റ് വഴറ്റി കൊടുക്കുക. കരിയരുത്. അപ്പോൾ മണമെല്ലാം പോയി നമുക്ക് അരിഞ്ഞ് വെച്ച വെണ്ടയ്ക്ക ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ വെണ്ടയ്ക്ക് ഒട്ടിപ്പിടിക്കും കൂടുതൽ. ഇത് കാരണമാണ് അടച്ച് വെക്കേണ്ടതെന്ന് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം, ഗ്യാസിൽ ഏറ്റവും ചെറിയ ബർണറിൽ വെക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ അടച്ച് വെക്കുന്നില്ലല്ലോ, അപ്പോൾ തീ കൂടുതൽ വരാൻ പാടില്ല. പെട്ടെന്ന് വെണ്ടയ്ക്ക വെന്ത് കിട്ടും. അതിനാൽ ഗ്യാസ് ഏറ്റവും ചെറിയ ബർണറിൽ ഗ്യാസിൻ്റെ വെക്കുന്നതാണ് നല്ലത്. അതും കൂടി ശ്രദ്ധിക്കുക. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നോൺ സ്റ്റിക്ക് അല്ല എങ്കിൽ നിങ്ങൾ കൂടുതൽ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. ഉപ്പ് ആഡ് ചെയ്യണം. ആദ്യം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടില്ല. പിന്നെ വേണമെങ്കിൽ ഒരു പകുതി വേവാകുമ്പോൾ നമ്മൾ നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഇളക്കി കൊടുക്കുക. ഗ്യാസ് സിമ്മിലിടുക. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം വാടി തുടങ്ങി. ഇത് കാണുന്നുണ്ടാവും. ഇനി ഒന്ന് ഉപ്പ് നോക്കാം നമുക്ക്. ഈ സമയത്ത് ഉപ്പ് കുറച്ച് കുറവുണ്ട്. മുകളിൽ ഉപ്പ് ചേർക്കുക. അപ്പോൾ ആദ്യമേ കൂടുതൽ ഇടരുത്. ഇടയിൽ നോന്ന് വെന്തതിന് ശേഷം നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അടി പിടിച്ചിട്ടൊന്നുമില്ല. 2 മിനിറ്റും കൂടി ആവട്ടെ. ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. ഇപ്പോൾ ഒരു 8 മിനിറ്റ് ആയി. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പും എരിവൊക്കെ ഉണ്ട്. എല്ലാം വിട്ടിട്ടാണ് കിടക്കുന്നത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ക്രിസ്പി ആവണമെങ്കിൽ ഒന്നും കൂടി ഒരു 2-3 മിനിറ്റും കൂടി അടുപ്പത്ത് വെച്ച് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആയിക്കോളും. എനിക്ക് ഇത്ര മതി. നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയായി. നമുക്ക് സർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയായി. നിങ്ങൾ കഴിച്ചു നോക്കൂ കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.